നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വല്ലാത്ത കഷ്ടം തന്നെ. നാട് നശിച്ചു. ഒരു പെണ്ണിനെ കയറി പിടിക്കാന്നൊക്കെ പറഞ്ഞാ പരസ്യമായിട്ടല്ലേ അവന്മാര് തോന്നിയാസം കാണിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടാ, എന്താ ചേട്ടാ പ്രശ്നം? ക്ഷേത്രത്തിൽ തൊഴാൻ വന്നൊരു പെങ്കൊച്ചിനെ 2-3 വൃത്തികെട്ടവന്മാർ ചേർന്ന് ഉപദ്രവിക്കുന്നു. അല്ല, എന്നിട്ട് നിങ്ങളൊന്നും പ്രതികരിച്ചില്ലേ? അത് അവന്മാരൊക്കെ ഫ്രോഡുകളാ. സദാസമയം വല്ലതൊക്കെ പോച്ച് നടക്കുന്നവന്മാരാ. എല്ലാരും വാ, ആ മൺവെട്ടിയും കൂടി എടുത്തോ. അയ്യോ, അതല്ലേ വന്ദന ചേച്ചിയാണല്ലോ. ചേച്ചി ചേച്ചി മച്ചമാരെ, ഒരു പൂവ് ചോദിച്ചപ്പോ പൂക്കാലമാണല്ലോ തന്നിരിക്കുന്നത്. പെണ്ണാണെന്ന് വെച്ചാ നിന്റെ കളിപ്പാട്ടാണെന്ന് വിചാരിച്ചോടാ തെരുവ് പറ്റി നീ. വർഷ വേണ്ട. മതി മോളെ, നമുക്ക് പോവാം. ഇവരൊക്കെ എന്റെ കോളേജ് മേറ്റ്സാ. ഏതായാലും എല്ലാവർക്കും നന്ദി. സർവേശ്വരന കൃത്യസമയത്ത് നിങ്ങളിവിടെ എത്തിച്ച. മോളെ, ഇവിടെ നടന്നൊന്നും വീട്ടിൽ പറയണ്ട, അമ്മ പേടിക്കും. ഇല്ലേ ചേച്ചി? ചേച്ചി, എനിക്ക് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. ബ്രേക്ക്ഫാസ്റ്റോ? അതിന് ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്നതൊന്നും നീ കഴിക്കാറില്ലല്ലോ. കഴിക്കേണ്ട ഗതികേട് വന്നാ കഴിച്ചല്ലേ പറ്റൂ. കഴിച്ചോ? പക്ഷെ നിനക്ക് വെച്ച് വിളമ്പി തരാൻ ഞാനിവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. സ്വയം വിളമ്പി അങ്ങ് കഴിച്ചാ മതി. എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ. അയ്യോ ചേച്ചി, എനിക്ക് ജോലിയുണ്ടല്ലോ. ഓഫീസിൽ പോകുന്ന സമയമായി. അതുകൊണ്ട് ചേച്ചിയോട് വിളമ്പാൻ പറഞ്ഞ. ഹരിതേ, സത്യത്തെ നീ എന്നെ ജോലി ചെയ്യാൻ സഹായിക്കാ വേണ്ടത്. നിനക്കാഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്താൽ മതി. എനിക്ക് വർഷത്തില് 365 ദിവസം ഇവിടെ ജോലിയോട് ജോലി തന്നെയാ. ലീവോ ശമ്പളോ മറ്റാനുകൂല്യങ്ങളോ ഒന്നുമില്ല. അതെ, ചേച്ചിക്ക് ജോലി കിട്ടാത്തത് മറ്റൊന്നും കൊണ്ടല്ലോ. ജോലിക്ക് ശമ്പളത്തിനുള്ള യോഗ്യത ഇല്ലഞ്ഞിട്ടല്ലേ. യോഗ്യതയുടെ കാര്യമൊന്നും നീ എഴുന്നള്ളിക്കണ്ട. ഞാൻ നിന്നെ പോലെ മതില് ചാടി കല്യാണം കഴിഞ്ഞ് പൊറുതിക്ക് വന്നവളല്ല. എന്റെ കുടുംബക്കാര് നാട്ടുനടപ്പനുസരിച്ച് മാന്യമായി കല്യാണം കഴിച്ച് അയച്ച പെണ്ണ. അയ്യടാ, ഒരു മാന്യതക്കാരി. ഞാൻ മതില് ചാടി വന്നവളാ, സമ്മതിച്ചു. പക്ഷേ എനിക്ക് പേരും സ്ഥാനമാനങ്ങളും ആവശ്യം പോലെ സമ്പത്തുള്ള ഒരു അച്ഛനും ഉണ്ട്. അല്ലാതെ അനാഥയൊന്നും അല്ല. എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. പേരും സ്ഥാനവും ധനസ്ഥിതിയും ഒന്നുമില്ലാത്ത ഒരു പാവ മനുഷ്യനായിരുന്നു. അതിനെക്കുറിച്ചല്ലേ നീ പറഞ്ഞത്? അതെ, എന്റെ ഒരു ഡിഫക്റ്റ് കുത്തിപ്പൊക്കുന്നവരുടെ 9 ഡിഫക്റ്റ് ഞാൻ തിരിച്ചടിയെ കൊടുത്തിരിക്കും. അതാ ഹരിത. എന്താ ഇവിടെ ഒരു ബഹളം? സുചിത്രേ, വഴക്കും വക്കാണോന്നും വേണ്ടെന്ന് നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ പണമില്ലാത്ത വീട്ടിലെ പെണ്ണായതുകൊണ്ടല്ലേ അമ്മ എന്നെ മാത്രം ശാസിക്കുന്നത്? അല്ല മോളെ, എന്റെ മനസ്സിൽ മന്ദനയുടെയും വർഷയുടെയും സ്ഥാനം ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. ആ ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ടാ ഞാൻ നിന്നെ ശാസിക്കുന്നത്. വെറുതെ അവകാശം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് എന്റെ സ്വാതന്ത്ര്യം അടിച്ചമർത്തിയിരിക്കുമല്ലേ. എല്ലാരും കൂടി എന്നെ വീട്ടില് ഒരു മൂലയ്ക്ക് ഒതുക്കിയിരിക്കുക. എന്റെ വിധി. എന്താ ഹരിത പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് അമ്മയുടെ മൂത്ത മരുമകൾക്കൊട്ട് രസിച്ചില്ല. വേണ്ട, ഞാൻ ഒന്നും കഴിക്കുന്നില്ല.
എന്തുമാത്രം പണം? ഇതൊക്കെ അച്ഛൻ എനിക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നതാണോ? നിന്നോട് ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പോയി വാലടച്ചിട്ട് വാടാ. അച്ഛാ, ഈ ഇരിക്കുന്ന പണമൊക്കെ എനിക്കല്ലേ അച്ഛാ? നിനക്ക് പണം വേണമെങ്കിലേ നീ തന്നെ സമ്പാദിക്കടാ. ഓഹോ, നിന്നെ പഠിപ്പിക്കുന്ന ചെലവ് തന്നെ ഒരു പാഴ് ചെലവാണെന്നാ ഞാൻ കരുതുന്നേ. ഈ പണം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതാ. അയ്യോ, ആരോ വന്നച്ചാ? ആരാണെന്ന് പോയി നോക്കടാ. ഭക്ഷണം കഴിക്കാനാണോ? ഞാൻ വന്നേക്കാം. പോയിക്കോ പോയിക്കോ. ആ, നീ പൊക്കോ. ഓരോരോ മാരണങ്ങൾ തള്ളിക്കേറി വന്നോളും. ഇനിയും ഓരോ ദുരന്തങ്ങൾ വന്നു കേറി എന്റെ പണത്തിന് കണ്ണു വെക്കും മുമ്പ് ഇറങ്ങി പോടാ. ഓ, ഒരു പിശുക്കൻ. ഹരിത വന്നില്ലല്ലോ മോനെ. അവള് മുറിയിലിരുന്ന് ബ്രെഡും ജാമും കഴിക്കുക വെച്ചാ. ഒരാള് മാത്രം എന്താ മുറിയിൽ ഒറ്റയ്ക്കിരുന്നൊരു കഴിപ്പ്? എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ സാമാന്യ മര്യാദ? മനോജെ, നിസ്സാര പ്രശ്നങ്ങൾ ഊതി പെരുപ്പിച്ച് വലുതാക്കരുത്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയല്ലേ അമ്മേ ഞാൻ നിങ്ങളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. മോളെ പ്ലേറ്റിംഗ് എടുത്തേ. ഇതെന്തമ്മേ, എന്നിവിടെ ദോശയും ചമ്മന്തി മാത്രമേ ഉള്ളൂ? എല്ലാരും കൂടെ ഇവിടെ വീട്ടു ചെലവിന് തരുന്ന പണം കൊണ്ടേ ഇത് തന്നെ ധാരാളം. വീട്ടു ചെലവിന് ഞാൻ കൃത്യമായിട്ട് ഷെയർ ഇടുന്നുണ്ട്. കാൽ കാശ് കൊടുക്കാത്ത ചിലരെ കുറിച്ചാ മുത്തശ്ശി പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.